ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, അവിടുത്തെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. ഈ 7 മണ്ഡലങ്ങളിൽ 8ാമത്തെ മണ്ഡലമാണ് ഈ മഹാദേവപുര. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി കിട്ടിയത് 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അതെങ്ങനെ സംഭവിക്കും? ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മറ്റ് മണ്ഡലങ്ങളിലെ 82,000 വോട്ടിന്റെ മേൽക്കൈ മറികടന്നുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കുക. ഇതിനിടെ ആരാണ്ട് പറയുന്നത് കേട്ടു, ചാനലുകളിലൊക്കെ ചില വർത്തമാനങ്ങൾ കേട്ടത്, അതായത് രാഹുൽ ഗാന്ധി ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനൊന്നും പറഞ്ഞില്ല. 7 മണ്ഡലങ്ങളിലായിട്ട് കോൺഗ്രസിന് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഇപ്പുറത്തൊരു ഒറ്റ മണ്ഡലത്തിൽ 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം BJP കിട്ടി. അങ്ങനെ BJP സ്ഥാനാർത്ഥി ജയിച്ചത് അസ്വാഭാവികമാണ്, അവിശ്വസനീയമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിൽ വേറെ ചില വിശദീകരണവും ന്യായീകരണങ്ങളുമായിട്ടൊക്കെ ചില സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ.